മലയാളിയുടെ മനസ്സിലെ അർത്ഥദീർഘമായ ആ ദ്വയാക്ഷരം കാലം കവിഞ്ഞു. മലയാളത്തിന്റെ MD വിട പറഞ്ഞു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു, ഇതിഹാസമായിരുന്നു MD. മനുഷ്യന്റെ മനോവ്യഥയും സംഘർഷവും സമ്മേളിക്കുന്ന അക്ഷരനക്ഷത്രങ്ങളുടെ ഭാവതീവ്രത തലമുറകൾക്ക് പകർന്നു നൽകിയ എഴുത്തിന്റെ പുണ്യം. സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവുമടക്കം കൈവച്ചതെല്ലാം പൊന്നാക്കിയ സർഗതീവ്രത. മുഖവരകൾ ആവശ്യമില്ലാത്ത, സമാനതകളില്ലാത്ത വൈഭവം. കണ്ണാടിയിൽ എന്ന പോലെ മലയാളി സ്വയം പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സൂക്ഷ്മത. നൃത്താധ്യാപിക കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ. US-ൽ ബിസിനസ് എക്സിക്യൂട്ടീവായ സിത്താര, നർത്തകിയും സംവിധായകയുമായ അശ്വതി എന്നിവർ മക്കളാണ്. അധ്യാപികയും വിവർത്തകയുമായിരുന്ന പരേതയായ പ്രമീള നായരാണ് ആദ്യ ഭാര്യ. 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു MDയുടെ ജനനം. പുന്നയൂർകുളം T നാരായണൻ നായരും അമ്മാളു അമ്മയുമാണ് മാതാപിതാക്കൾ. 4 ആൺമക്കളിൽ ഇളയ മകൻ. മലമക്കാവ് എലിമെന്ററി സ്കൂൾ, കുമാരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം നേടി. കുറച്ചുകാലം അധ്യാപകൻ. തുടർന്ന് 1956 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ദീർഘകാലത്തെ ഔദ്യോഗിക സേവനത്തിന് തുടക്കം. സ്കൂൾ കാലം മുതൽ എഴുത്തിൽ തൽപരനായിരുന്നു MD. ആദ്യ കഥ വിക്ടോറിയ പഠനകാലത്ത് പ്രസിദ്ധീകരിച്ച രക്തം പുരണ്ട മൺതരികൾ. 1983 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തു മൃഗങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടിയതോടെ എഴുത്തുകാരൻ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇക്കാലത്ത് പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ ഖണ്ഡശിയായി പുറത്തുവന്നു. 1958 പ്രസിദ്ധീകരിച്ച 4 കെട്ടാണ് ആദ്യം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. തകരുന്ന നായർ തറവാടുകളെയും അതിലെ മനുഷ്യരുടെ അന്തക്ഷോഭങ്ങളെയും ആവിഷ്കരിച്ച ഈ കൃതി 1959 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. 60കളോടെ MD മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനായി അംഗീകരിക്കപ്പെട്ടു. 1968 മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായി. 1981 ആ സ്ഥാനം രാജിവെച്ചു. 1989 പീരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിൽ തിരികെ മാതൃഭൂമിയിലേക്കെത്തി. 1999 മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനാണ്. ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയുടെ ശൈഥില്യത്തോടെ തകർച്ചയിലേക്ക് നീങ്ങിയ മരുമക്കത്തായ വ്യവസ്ഥയും നായർ തറവാടുകളും അവിടുത്തെ നിസ്സഹായരായ മനുഷ്യരുമാണ് MDയുടെ ആദ്യകാല രചനകളുടെ പശ്ചാത്തലം. എക്കാലത്തെയും മനുഷ്യന്റെ ഒറ്റപ്പെടലും പ്രതിഷേധവും അന്തക്ഷോഭങ്ങളും വികാരങ്ങളുമെല്ലാമായി ആ ഭാവതീക്ഷ്ണത പിന്നീട് മലയാളത്തിൽ ആളിപ്പടർന്നു. കാലം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, NB മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, 2ാം ഊഴം, വാരണസി തുടങ്ങിയ നോവലുകൾ, കൂടാതെ ഒട്ടനവധി ചെറുകഥകളും നോവലറ്റുകളും. MDയുടെ കരസ്പർശമേറ്റതെല്ലാം മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. 1984 2ാം ഊഴം പുറത്തുവരുന്നത്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാഭാരതത്തെ ഭീമന്റെ വീക്ഷണത്തിൽ കാണുന്ന 2ാം ഊഴം MDയുടെ മാസ്റ്റർ പീസായി വിലയിരുത്തപ്പെടുന്നുണ്ട്. സാഹിത്യ ജീവിതത്തിന്റെ സ്വാഭാവിക പരിണാമമായിരുന്നു MDക്ക് സിനിമയും. സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത്. തുടർന്ന് തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ 50ലേറെ ചലച്ചിത്രങ്ങളുടെ പിന്നണിയിൽ അദ്ദേഹമുണ്ടായിരുന്നു. നിർമാല്യം, ബന്ധനം, മഞ്ഞ്, വാരിക്കുഴി, കടവ്, ഒരു ചെറു പുഞ്ചിരി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ചെറുകഥകൾ പോലെ തന്നെ ചെത്തിയൊതുക്കിയ സമഗ്രതയാർന്ന തിരക്കഥകളായിരുന്നു MDയുടേത്. സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് മലയാള സിനിമയെ നവീകരിച്ചു. MD രൂപപ്പെടുത്തിയ കഥാപാത്രങ്ങൾ മലയാളത്തിലെ മഹാരഥന്മാരായ നടന്മാരുടെ പ്രതിഭയ്ക്ക് ഉരകല്ലായി. 2005 രാജ്യം MDയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മാതൃഭൂമി പുരസ്കാരം,
ഓടക്കുഴൽ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡി ലിറ്റ് നൽകി ആദരിച്ചു. MD ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായ നിർമാല്യം 1973 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. ഇതിനു പുറമെ 30-ലേറെ ദേശീയ സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നെഴുതിയ MDയുടെ പ്രവചനാത്മകതയ്ക്ക് മുന്നിൽ ഓർത്തുവെക്കാൻ വാക്കുകളുടെ മായാജാലം സമ്മാനിച്ച് ധന്യമായ ആ മടക്കം. വരാതിരിക്കില്ല എന്ന ഒറ്റ വാക്കിലൂടെ ഒരു പ്രപഞ്ചത്തെ ചിമിഴിലൊതുക്കിയ കാലത്തിന്റെ ആ മഹാപ്രവാഹത്തിന് ഔട്ട്ലൈൻ കേരള TVയുടെ പ്രണാമം.